കുറച്ച് ഖാലിസ്ഥാൻകാർക്ക് വേണ്ടി എന്തിനാണ് കാനഡ ഇന്ത്യയെ പിണക്കുന്നത്? സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവും ഇന്ത്യക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ആരോപണങ്ങളും ഞൊടിയിടയിലാണ് ആളിക്കത്തിയത്. ഇതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തതോടെ വിഷയം വലിയ ചർച്ചയായി. ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഇന്ത്യൻ സർക്കാർ ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനു പുറകെയാണ് മറ്റൊരു ഖാലിസ്ഥാൻവാദിയായ മുഗ്ദുൽ സിംഗ് നേതാവ് കൂടി കൊല ചെയ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. സിഖ് സമുദായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്ത്യ കാനഡ തർക്കങ്ങൾക്ക് തുടക്കമാകുന്നത്. അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം പരസ്പരം ആരോപണങ്ങൾ ഇരുവരും പറയാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കർഷക സമരങ്ങളിൽ വരെ അഭിപ്രായം പറയുന്ന കാനഡ ആഭ്യന്തര കാര്യങ്ങളിൽ വരെ ഇടപെടുന്നതും സ്ഥിരം കാഴ്ചയാണ്. നിരവധി ഖാലിസ്ഥാൻകാർ വിദേശ രാജ്യങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറിയത് കൊണ്ട് തന്നെ കാനഡ ഖലിസ്ഥാനികളുടെ കേന്ദ്രമാണെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത്. ഒരു സമയത്ത് പഞ്ചാബിനെ പോലും ഛിന്ന ഭിന്നമാക്കാൻ ശക്തിയുണ്ടായിരുന്ന ഖാലിസ്ഥാൻ പ്രസ്ഥാനം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഉയർന്നു കേൾക്കുന്നത് അതേ നാമം തന്നെ. പാകിസ്ഥാനിന് ഇവരുടെ മേലുള്ള സ്വാധീനം, തീവ്രവാദവുമായി ഈ പ്രസ്ഥാനത്തിനുള്ള ബന്ധങ്ങൾ എല്ലാം തന്നെ ഉയർന്നുവരുന്ന ചോദ്യങ്ങളായിരുന്നു. ഏറ്റവും അധികം സിഖുകാരുള്ള കാനഡയിലും യൂറോപ്പിലുമെല്ലാം കഴിഞ്ഞ ഏതാനും വർഷമായി ഖലിസ്ഥാൻ രൂപീകരിക്കണമോ എന്ന കാര്യത്തിൽ സിഖുകാർക്കിടയിൽ ഹിതപരിശോധനയും ഇതിനായി കാനഡയിലും യൂറോപ്പിലും വോട്ടെടുപ്പും നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ മാസമായിരുന്നു കാനഡയിലെ ബ്രാംപ്ടണിലെ ഹിന്ദുസഭ ക്ഷേത്രത്തിന് സമീപം സിഖുകാരുടെ പ്രതിഷേധമുണ്ടായത്. ഖാലിസ്ഥാൻ അനുകൂലികളായ സിഖുകാരും ഇന്ത്യൻ പതാകയേന്തിയ ഹിന്ദുക്കളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം നോക്കിക്കാണേണ്ട ഒന്നുണ്ട്. ഖാലിസ്ഥാൻ സംഘം വീണ്ടും രൂപീകരിക്കപ്പെട്ടാൽ അത് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുമോ എന്നത്. മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം നിരവധി സിഖ് വിമുഖരാണ് പാകിസ്ഥാനിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അതേസമയം US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയ ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢമാക്കി. അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന നമസ്തേ ട്രംപ് പരിപാടിക്കായി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെത്തിയിരുന്നു. ഇരു നേതാക്കളും തീവ്രവാദത്തിനെതിരെ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീഷണികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇതിനിടെ ഖാലിസ്ഥാൻ പ്രശ്നങ്ങളും അതിനെതിരായുള്ള ആരോപണങ്ങളും പിന്നെയും ചൂടേറുമ്പോഴാണ് ബംഗ്ലാദേശിനെതിരെയുണ്ടായ അരാക്കൻ ആർമിയുടെ ആക്രമണം ചർച്ചാ വിഷയമാകുന്നത്. മ്യാൻമാറിലെ റാഖൈൻ സംസ്ഥാനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വംശീയ സായുധ സംഘടനയാണ് അരാക്കൻ ആർമി. ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാനത്തെ പട്ടണവും അരാക്കൻ ആർമി ഇതിനോടകം പിടിച്ചെടുത്തു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളൽ വീണ സമയത്താണ് അരാക്കൻ ആർമിയുടെ വിജയവും തുടർന്നുണ്ടായ മാറ്റങ്ങളും ഇപ്പോൾ ചർച്ചയാവുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ അട്ടിമറിയെ തുടർന്നാണ് സ്വരച്ചേർച്ചകൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുണ്ടായത്. ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദ ബന്ധങ്ങൾ നിലനിൽക്കുന്ന സംഘടനകൾ മുഴുവനായും പാകിസ്ഥാനുമായി ചേർക്കപ്പെടണമെന്ന പ്രവൃത്തികളാണ് നിലനിന്ന് വന്നിരുന്നത്. വലിയ രീതിയിലുള്ള അക്രമങ്ങളായിരുന്നു ഹിന്ദു സമൂഹത്തിനെതിരെ ഉണ്ടായത്. ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായി ആക്രമണം തൊടുത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയ സമയത്താണ് അരാക്കൻ ആർമിയുടെ ബംഗ്ലാദേശിലേക്കുള്ള ഇരച്ചുകയറൽ. അരാക്കൻ ആർമി ആർക്കു വേണ്ടിയാണ് ആക്രമിച്ചത് എന്നെല്ലാം നോക്കിക്കാണേണ്ട ഒന്നാണ്.